യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിനിടെ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വസതിയിൽ റീത്ത് വെച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് സംഘർഷമുണ്ടാക്കാൻ UDF കൂടി അറിഞ്ഞാണ് റീത്ത് വെച്ചത്. ഈ നില തുടർന്നാൽ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. പ്രതികരണം: അത് ഇതേവരെ പല സ്ഥലത്തും റീത്ത് വെച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങളാണ് റീത്ത് വെക്കുന്നത് എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച് ആദ്യമായിട്ട് റീത്ത് വെച്ചത് യൂത്ത് കോൺഗ്രസ്സാണ്. അത് ശക്തിയായിട്ട് അതിനെ പ്രതിഷേധിച്ചിട്ടുണ്ട്. ഈ നില തുടർന്നാൽ അത് സ്വാഭാവികമായിട്ടും വരാൻ പോകുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്ന പ്രതികരണം കൂടിയായി ചേർന്നായിരിക്കും. അപ്പോൾ വലിയ സംഘർഷത്തിലേക്കാണ് കാര്യങ്ങൾ നീക്കുക. സംഘർഷം ഉണ്ടാക്കാനാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും UDF എല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിൽ കേരളം പോവുകയാണ്. അതിനെ തകർക്കാനുള്ള ഗൂഢാലോചന കൂടി ഇതിൻ്റെ പിന്നിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പിന്നിലുണ്ട്. അത് UDF അറിയാണ്ട് നടക്കുന്നതല്ല, അവരുകൂടി അറിഞ്ഞ് നടത്തുന്ന കാര്യം തന്നെയാണ്. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി. അജീഷ്, നമുക്കറിയാം ഇതിൽ പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ആ സമരത്തെ പിന്തുണയ്ക്കുന്നില്ല, അവർ തള്ളിയതാണ്. എങ്ങനെയാണ് CPIM ഈ വിഷയത്തെ കാണുന്നത്? കടുത്ത പ്രതിഷേധത്തിലാണോ? മുന്നറിയിപ്പ് എന്ന നിലയിലാണ് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി ഇന്നലത്തെ ഈ പ്രതിഷേധത്തെ നോക്കി കാണുന്നത്. കാരണം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വീട്ടിനകത്ത് കയറി, ആരോഗ്യമന്ത്രിയുടെ വസതിക്ക് അകത്ത് കയറി റീത്ത് വെച്ച സംഭവത്തെ ഗൗരവതരമായിട്ട് തന്നെയാണ് CPIM കാണുന്നത്. അതിന്റെ ഒരു സൂചന കൂടിയാണ്. കാരണം ഇത്തരത്തിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ച് പ്രതികരണം ഉണ്ടാകും എന്നുള്ളൊരു സൂചന തന്നെയാണ് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി ഇന്ന് പറയുന്നത്. കാരണം ഇതേ നില തുടർന്നാൽ പ്രതികരണങ്ങൾ ഉണ്ടാകും, പ്രതികരണം ഉണ്ടായാൽ വലിയ സംഘർഷത്തിലേക്ക് പോകും എന്നാണ് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. പ്രതിഷേധങ്ങൾ ആവാം. നേരത്തെ റീത്ത് വെച്ച സംഭവങ്ങളൊക്കെ തന്നെ ഒരുപാട് കണ്ണൂരിലടക്കം കേരളത്തിന്റെ സംസ്ഥാനത്തെ പല ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പരസ്യമായി ആരോഗ്യമന്ത്രിയുടെ വസതിയിൽ ഞങ്ങളാണ് റീത്ത് വെച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്നത് അത് അംഗീകരിക്കാനാകില്ല എന്നുള്ളതാണ് സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. എന്തായാലും ഒരു മുന്നറിയിപ്പാണ് CPIM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. ശരി, അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.